നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. എന്നാലും മാത്രമല്ലേ നമ്മളെ ചാനൽ എപ്പോൾ പറയുന്നത് പോലെ തന്നെ ഗ്രോത്ത് ആവുള്ളൂ. അപ്പം നിങ്ങളെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് വളരാനാവുള്ളൂ. അപ്പം അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത് നമ്മളെ ചെക്കനും പെണ്ണും കൂടിയിട്ട് അച്ഛൻ്റെ കഫ്ലിംഗ് ആ ഒരു കഫ്ലിംഗ് എന്നുള്ള കാര്യം ഉറപ്പിച്ചതായിരിക്കും അല്ലേ. രണ്ടാളും റൂമിലെത്തുന്നേരം നമ്മളെ ചെക്കന് ഭയങ്കര സങ്കടം ഉണ്ടാവുക. അച്ഛൻ അവനിങ്ങനെ അത്രക്ക് ഡൗട്ടൊന്നും അടിച്ചിട്ടുണ്ടാവില്ല. നമ്മളെ പെണ്ണും അവനിങ്ങനെ ന്യൂ ഇയർ ഒക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനപ്പെടുത്തുന്നുണ്ടാവും. ഇവർക്ക് രണ്ടാക്കും ഇത് ഷോക്കായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേങ്കിൽ സത്യങ്ങൾ നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. ഇതേ ടൈം അച്ഛനെ നോക്കുന്നതാണെങ്കിൽ അച്ഛൻ്റെ സ്റ്റാഫിനോട് നമ്മൾ സോങ്ങിൻ്റെ അമ്മേനെ കാണണമെന്ന് പറയുന്നുണ്ടാവും. എന്തിനായിരിക്കും എന്നും നമ്മളെ അമ്മേനെ എന്തെങ്കിലും ചെയ്യേണ്ടിയിട്ടായിരിക്കോ എന്നാണെന്നൊന്നും അറിയില്ല. പക്ഷേങ്കിൽ അച്ഛൻ പറയുന്നത് ഇതാ കറക്റ്റ് ടൈം എന്നായിരിക്കും. ഇനി ശരിക്കും നമ്മൾ അച്ഛനായിരിക്കോ ഇല്ല. ഏ ദിവസവും നമ്മളെ ചെക്കനാണെങ്കിൽ അച്ഛനെ കൊണ്ടുള്ള കാര്യങ്ങൾ തന്നെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. ഇത് കണ്ടിട്ടായിരിക്കും പെണ്ണ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അവളാണെങ്കിൽ പറയും എപ്പോൾ ഇങ്ങനെ സ്ട്രെസ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് രണ്ടക്കും ഡേറ്റിന് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് ഒരു ഫിലിം കാണാൻ പോകുക. ഫിലിം കാണുമ്പോൾ കാര്യം ഫിലിം കണ്ടിട്ട് രണ്ടും കൂടി ചിരിച്ച് ചാകുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈമായിരിക്കും നമ്മളെ കണ്ണടയും ലിന്നും കൂടിയിട്ട് അവിടത്തേക്ക് ഡേറ്റിന് വരുന്നുണ്ടാവുക. എപ്പെങ്കിലായിരിക്കും ഡേറ്റിന് വരുന്നുണ്ടാവുക. നോക്കുമ്പോൾ അതേ തിയേറ്ററിലെ പിള്ളേരെ കണ്ടിട്ട് നമ്മളെ കണ്ണടയാണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ടാവേ. എന്നിട്ട് കണ്ണടയാണെങ്കിൽ പറയും ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ഒപ്പം ഇരുന്നോടെ, പിന്നെ എന്തിനാ ഇവരിങ്ങനെ സിനിമക്ക് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പിള്ളേരെ കുറ്റപ്പെടുത്തിക്കൂടെ നിൽക്കുന്നതായിരിക്കും. അതേ ടൈം നമ്മളെ ലിന്നാണെങ്കിൽ കണ്ണടേൻ്റെ അടുത്തേക്ക് ഇതുപോലെ പോയിട്ടാണെങ്കിൽ ചോദിക്കും അവർ രണ്ടാളുണ്ടെങ്കിൽ നിനക്കെന്താ, അവരെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കും. ഇതേ ടൈം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ നമ്മളെ ലിന്നിനെ ഉമ്മ വെക്കുന്നുണ്ടാവുമായിരിക്കും. ലിന്നത് എക്സ്പെക്റ്റേ ചെയ്തിട്ടുണ്ടാവില്ല. അതല്ലേ അൺഎക്സ്പെക്റ്റഡ്. എക്സ്പെക്റ്റേ ചെയ്തിട്ടുണ്ടാവില്ല. ഒരിക്കൊന്നും ആയിരിക്കില്ല. പിന്നെയും ഉമ്മ വെക്കുന്നുണ്ടാവുമായിരിക്കും. പിന്നെ അവർക്ക് പരസ്പരം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നുണ്ടാവില്ല. ഇങ്ങനെ നമ്മളെ കാണുന്നത് അച്ഛനും അച്ഛൻ്റെ അസിസ്റ്റൻറ്റും കൂടിയിട്ട് നമ്മളെ അമ്മേനെ കാണാൻ വരുന്നതായിരിക്കും. റൂമിൽ പരത്തിയിട്ട് അവിടെ കാണാത്തത് കൊണ്ട് തന്നെ നേഴ്സ് പറഞ്ഞതുപോലെ തന്നെ പുറത്ത് പോയിട്ട് നോക്കുന്നുണ്ടാവുമായിരിക്കും. നോക്കുന്നേരം അച്ഛനാണെങ്കിൽ അമ്മേനെ കറക്റ്റായിട്ട് കാണുന്നില്ലെങ്കിൽ കൂടി കുറച്ച് കാണുന്നുണ്ടാവുക. പക്ഷേങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ അച്ഛനൊരു കോൾ വന്നിട്ട് അവിടുന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ ആവുന്നുണ്ടാവും. അസിസ്റ്റൻ്റ് ആണെങ്കിൽ അമ്മേനെ കണ്ടിട്ട് പോയാൽ പോരെന്ന് ചോദിക്കുന്നവർ അച്ഛന് വേറെന്തോ ഒരു പ്ലാൻ ഉണ്ട് എന്നായിരിക്കും അച്ഛൻ പറയുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ടാവും. നമ്മളെ പെണ്ണും ഇതേ ടൈമായിരിക്കും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടാവുക. അവളാണെങ്കിൽ ചെക്കനോട് പറഞ്ഞിട്ടായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവുക. അങ്ങനെ ആ ഒരു കോള് കട്ടാക്കിയതിന് ശേഷം നമ്മളെ ജിയാങ്ങും ചെക്കനും എല്ലാവരും കൂടിയിട്ട് കാങ്ങിനെ കൊന്ന് ആ ഒരു കൊലയാളിനെ കൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കലായിരിക്കും. ഇതേ ടൈം നമ്മളെ ലിന്നിനാണെങ്കിൽ ഒരു CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. അതിൽ ഇവർ സസ്പെക്ട് ചെയ്യുന്ന ഒരാളുണ്ടാവുമായിരിക്കും. ആ ഒരു കാര്യം നമ്മളെ ചെക്കൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നവരായിരിക്കും. അയാളെ കയ്യിലത്തെ ബർത്ത് മാർക്ക് ഇവൻ കാണുന്നുണ്ടാവുക. ഇതേ സെയിം ബർത്ത് മാർക്കായിരിക്കും 15 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു ഫയർ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ഇവൻ കണ്ട അയാളെ കൈമിലുണ്ടായ ബർത്ത് മാർക്ക്. ഈ ഒരു കാര്യം നമ്മളെ ചെക്കന് 100% ഉറപ്പായിരിക്കും. അതേ ടൈമായിരിക്കും നമ്മൾ ജിയാങ് ആ ഒരു ഫുട്ടേജ് കാണുന്നുണ്ടാവുക. അവൻ്റെ ആ ഒരു തൊപ്പിയും കാര്യങ്ങളൊക്കെ കാണുന്ന ടൈം ജിയാങ്ങിനാണെങ്കിൽ അന്ന് നമ്മളെ പെണ്ണിനെയും ചെക്കനെയോ ഒരു പോട്ടിൽ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ട് വെച്ചിട്ടില്ലേ. ആ ടൈം ഒരാൾ നമ്മളെ ജിയാങ്ങിൻ്റെ അടുത്ത് വഴി തെറ്റിച്ചിട്ട് പറഞ്ഞില്ലേ അത് കൊലയാളിയാണെന്ന് നമുക്കറിയാം. പക്ഷേ ജിയാങ്ങിനെ അറിയില്ലല്ലോ. ആ ഒരു കാര്യമായിട്ട് നമ്മളെ ജിയാങ് ഈ ഒരു സംഭവം കണക്ട് ചെയ്യുന്നവരോ അന്ന് അയാൾ ഇവരെ ചുറ്റിലുണ്ടായ കാര്യം ഇവർക്ക് മനസ്സിലാകുകയും ഇതും കൂടി ജിയാങ് പറയുന്നത് നമ്മളെ ചെക്കനാണെങ്കിൽ പറയും എന്ത് അയാൾ നമ്മളെ പിന്നാലെ തന്നെ ഉണ്ട് എന്ന ഒരു കാര്യം ഉറപ്പാന്ന് ഞാൻ ഇങ്ങനെ സോങ്ങിനെ പോയിട്ട് പരുതിയിട്ട് വരുന്നു. ഉറപ്പായിട്ട് സോങ്ങും ഇങ്ങനെ അപകടത്തിലല്ലേന്ന് പറയോ. ഇവനിത് പറയുന്ന ടൈമായിരിക്കും നമുക്കും കാണുന്നുണ്ടാവുക. നമ്മളെ കൊലയാളിയിലെ അവനാണെങ്കിൽ ഇപ്പൊ സോങ്ങിന്റെ പിന്നാലെ തന്നെ ആ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവുമായിരിക്കും. ഇങ്ങനെ നമ്മളെ കൊലയാളിയും പെണ്ണും കൂടിയിട്ട് ലിഫ്റ്റിൽ കയറുന്നുണ്ടാവുകയും നമ്മളെ പെണ്ണിന് ഇത് കൊലയാളിയാ എന്നൊന്നും അറിയില്ലല്ലോ. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ജിയാങ് ആണെങ്കിൽ പെണ്ണിനെ വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ പെണ്ണാണെങ്കിൽ കോൾ എടുക്കുന്നുണ്ടാവില്ല. അവൾക്ക് ആ ഒരു കോളേ വന്നിട്ടുണ്ടാവില്ല. അവളാണെങ്കിൽ ഇതൊന്നും അറിയാണ്ട് റൂമിൽ പോയിട്ട് അമ്മക്ക് വേണ്ടിയിട്ടുള്ള എന്തെല്ലോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നവരായിരിക്കും. അറ്റൻഡറിന്റെ വേഷത്തിൽ ആ ഒരു കൊലയാളി അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. വന്നപാട് അമ്മക്ക് ഇങ്ങനെ ഡ്രസ്സിങ് ചെയ്യാനെന്ന് പറയുമ്പോൾ നമ്മളെ പെണ്ണ് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമല്ലോ. ഇതേ ടൈം ഇയാളാണെങ്കിൽ നമ്മളെ പെണ്ണിനെ മയക്കുന്നുണ്ടാവേ. ആ സൗണ്ട് കേട്ടിട്ട് അമ്മ എണീക്കുമ്പോൾ അമ്മേനെയും മയക്കും. എന്നിട്ട് അവിടെ മൊത്തമാണെങ്കിൽ ഇതുപോലെ എന്തോ ഒരു സംഭവം ലിക്വിഡ് പോലത്തെ എന്തോ ഒരു സംഭവം ഇതുപോലെ തളിച്ചിട്ട് അതിൻ്റെ മേലെ തീയിട്ട് കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ചെക്കനാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നേരം ആ ഒരു തീ ഉണ്ടാകുമ്പോൾ നമ്മൾ അലാറം അടിയൂലേ ആ ഒരു സൗണ്ട് ആയിരിക്കും കേൾക്കുന്നുണ്ടാവുക. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും പാനിക് ആകുകയും നമ്മളെ ചെക്കന് മനസ്സിലാവുന്നുണ്ടാവും ഇത് നമ്മളെ പെണ്ണിന്റെ റൂമിൽ നിന്നാണ് വരുന്നതെന്ന്. അവൻ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അവൻ നേരെ അവിടത്തേക്ക് ഓടിപ്പോകുന്നുണ്ടാവും. ഇതേ ടൈം ആരെല്ലോ ഫയർഫോഴ്സിനെയും കാര്യങ്ങളൊക്കെ വിളിച്ചത് കൊണ്ട് ഫയർഫോഴ്സും അങ്ങോട്ടേക്ക് വരും.
ഇതിനൊക്കെ മുന്നേ നമ്മളെ ചെക്കനാണെങ്കിൽ എങ്ങനെയല്ലോ ആ ഒരു റൂമിൻ്റെ പുറത്തെത്തുന്നുണ്ടാവേ. നോക്കുമ്പോൾ ആ ഒരു റൂം മൊത്തം തീ പിടിച്ചിട്ടുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ അമ്മേനെ വിളിച്ചോണ്ട് നിൽക്കുക. പക്ഷേ അമ്മയാണെങ്കിൽ എണീക്കുന്നേ ഉണ്ടാവില്ല. അവളും മാക്സിമം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മളെ ചെക്കനെ കാണുന്നുണ്ടാവുക. അവനോട് നീ അകത്തേക്ക് വരല്ലേ വരല്ലേ എന്ന് പറയേ. ഇതേ ടൈം എന്തോ ഒരു സംഭവം പൊട്ടിത്തെറിച്ചിട്ട് അതിൻ്റെ കനലാണെങ്കിൽ നമ്മളെ പെണ്ണിൻ്റെ കണ്ണിൻ്റെ അവിടത്തേക്ക് എത്തുന്നുണ്ടാവുമായിരിക്കും. ആ ഒരു പെയിനിലായിരിക്കും അവളുണ്ടാവും. ആ ഒരു സൗണ്ട് കേട്ടിട്ട് രണ്ടും കൽപ്പിച്ചിട്ട് നമ്മളെ കുഞ്ഞാണെങ്കിൽ അകത്തേക്ക് വരുന്നുണ്ടാവും. അവനായൊരു തീയോടുള്ള പേടി മൊത്തമായിട്ട് പോയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാലോ. എന്നാലും നമ്മളെ പെണ്ണിനെ രക്ഷിക്കണ്ടിട്ട് അവനാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്തിട്ട് അവളെയും കൊണ്ടിട്ട് പുറത്തേക്ക് എത്തുന്നുണ്ടാവേ. പുറത്തെത്തുന്നതിനെയും കാട്ടി മുന്നേ ഒരു തെറിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണും അമ്മയും സേഫ് ആയിരിക്കും. പക്ഷെ ചെക്കനാണെങ്കിൽ അവിടെ തന്നെ വീകുന്നുണ്ടാവും. അതേ ടൈം രക്ഷിക്കാൻ വന്ന ഫയർഫോഴ്സ് ഓഫീസർ ആണെങ്കിൽ അവനെ എടുത്തിട്ട് പോകുന്നുണ്ടാവേ. ഇതേ ടൈമായിരിക്കും നമ്മളെ ചെക്കൻ്റെ കണ്ണിൽ 15 വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടാവുക. ഇവ നിന്ന സ്ഥലത്ത് നമ്മളെ ജി നിന്ന സ്ഥലത്ത് ക്യുന്നുമായിരിക്കും ഉണ്ടാവുക. അതിങ്ങനെ മാറി മറിഞ്ഞ് കളിക്കുന്നുണ്ടാവേ. നമുക്കും സംഭവം എന്നാണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. ഏകദേശം മനസ്സിലാകും, എന്നാലും നമ്മൾ മനസ്സിലാകാത്ത പോലെ അഭിനയിക്കണം. നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. എന്നേരായിരിക്കും അവൻ 15 വർഷത്തെ മുന്നിലത്തെ ശരിക്കും നടന്നൊരു കാര്യം ആലോചിക്കുന്നുണ്ടാവുക. എന്നാന്ന് വെച്ചാൽ ഈ ഒരു കറുത്ത കുപ്പായ ഇട്ടിട്ടില്ലേ ഇവനാണ് ജി, മറ്റേതായൊരു വെള്ളക്കുപ്പായ ഇട്ടിട്ടില്ലേ അതാണ് ക്യുന്ന്. ഇവർ രണ്ടാളും പുറത്ത് നിന്നിട്ട് കളിക്കുന്ന ടൈമായിരിക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അച്ഛനാണെങ്കിൽ ഇവരെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ അമ്മയാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നുണ്ടാവില്ലേ. അമ്മയാണെങ്കിൽ അച്ഛനോട് പുറത്തേക്ക് പോകാൻ പറയൂ. ഇതേ ടൈം നമ്മളെ ജി അവിടെ ഉണ്ടാവുക. ജി ആണെങ്കിൽ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് പോവണ്ട എന്നൊന്ന് പറയുന്നുണ്ടാവും. അമ്മ പിന്നെയും ചീത്ത പറയുന്നേരം അച്ഛൻ ഒരു വഴിയില്ലാത്തരം പോകുന്നുണ്ടാവേ. അതേ ടൈം ഇങ്ങനെ എന്താ പറയുക കൈ പിടിച്ചിട്ട് വലിക്കൂലേ, അന്നേരമായിരിക്കും ആ ഒരു കഫ്ലിങ് നമ്മളെ ചെക്കൻ്റെ കൈമിൽ വരുന്നുണ്ടാവുക. അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ സങ്കടപ്പെട്ടിട്ടിരിക്കുന്നേരം ക്യുന്നാണെങ്കിൽ പറയും നീ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടിരിക്കേണ്ട ഒരാവശ്യമില്ല. നിനക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. അത് മാത്രമല്ല എൻ്റെ ഹാപ്പിനെസ് മൊത്തം ഞാൻ നിനക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് പറയേ. അവരായൊരു പ്രായമല്ലേ, അവർക്ക് അത്രക്കാരും ബുദ്ധിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടാളും ഗെയിമൊക്കെ കളിക്കാമെന്ന് പറയും. ഇവർ ഹൈഡ് ആൻഡ് സീക്ക് ആയിരിക്കും കളിക്കുന്നുണ്ടാവുക. ക്യുന്നായിരിക്കും പുറത്തുനിന്ന് പൊത്തുന്നുണ്ടാവുക. നമ്മളെ ജി ആണെങ്കിൽ പോയിട്ട് ഒളിക്കും. ഇത്ര കാലം നമ്മൾ വിചാരിച്ചത് ജി പൊത്തിയിട്ട് ക്യുന്ന് പോയിട്ട് ഒളിച്ചു നിന്നല്ല. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ക്യുന്ന് പൊത്തിയിട്ട് ജി ആയിരിക്കും ഒളിക്കുന്നുണ്ടാവുക. അങ്ങനെ ഒളിച്ചു നിന്നിട്ട് ക്യുന്നാണെങ്കിൽ ഇവരെ പരിധിയിട്ടൊക്കെ നടക്കുന്നുണ്ടാവുക. പെട്ടെന്നായിരിക്കും ഒരാൾ വന്നിട്ട് അമ്മേൻ്റെ തലക്കടിക്കുന്നുണ്ടാവുക, തലക്ക് അടിക്കുന്നുണ്ടാവുക. അത് നമ്മളെ കൊലയാളിയാന്നുള്ള കാര്യം നമുക്ക് അറിയാം. അമ്മേൻ്റെ മാത്രമായിരിക്കില്ല, ക്യുന്നിൻ്റെയും തലക്ക് അടിക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അയാൾ തന്നെയായിരിക്കും അവിടെ തീടിച്ചു പോകുന്നുണ്ടാവുക. ഈ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മളെ ജി കാണുന്നുണ്ടാവേ. കൊലയാളീൻ്റെ വിചാരം അവനായൊരു ജീൻ്റെയും അമ്മേനെയും കൊന്നെന്നായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ശരിക്കുള്ള ജിയുള്ള കാര്യം അവൻ അറിയാത്തത് കൊണ്ട് മാത്രമായിരിക്കും നമ്മളെ ജി ഇപ്പം ജീവനോടെ ഉണ്ടാവുക. അതിൻ്റെ അർത്ഥം നമ്മൾ ഇത്ര കാലം ക്യുന്ന് വിചാരിച്ചിട്ടില്ലേ അത് ശരിക്കും ജിയാണ്. ആ ഒരു കാര്യം ജീൻ്റെ ഓർമ്മയിൽ തന്നെ പോയിട്ടുണ്ടാവുമായിരിക്കും. ഇപ്പം പിന്നെയും ഒരു ഫയറിൻ്റെ കുഴപ്പം വന്നതിന് ശേഷമായിരിക്കും ജിക്ക് ആ ഒരു ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവുക. അത് ശരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റ് അല്ലേ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാധനത്തിന് ട്വിസ്റ്റ് എന്നെല്ലാം പറയാം. എന്നാലും അതല്ല, നിങ്ങൾ ആരും വിചാരിച്ചിട്ടില്ലല്ലോ, ഞാൻ വിചാരിച്ചിട്ടില്ല, എന്നാലും അടിപൊളി. ഇതിനുശേഷം നമ്മൾ കാണുന്നത് ക്യുന്നിൻ്റെ അങ്കിളിനെ ആയിരിക്കെ. അങ്കിളാണെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ ആണെങ്കിൽ പറയൂ ഇപ്പം നിൻ്റെ കൂടെയുള്ള ആ ഒരു ജി ഇല്ലേ അവനാണെങ്കിൽ വിശ്വസിക്കുന്നത് അവൻ ക്യുന്നാണെന്നാണ്. അത് നമ്മൾ തിരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും ഒരുപാട് പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് നീ ഇനി മുതൽ അവനെ ക്യുന്നായിട്ട് തന്നെ ട്രീറ്റ് ചെയ്താൽ മതി എന്ന് പറയേ. ഇത് അങ്കിളിന് ഭയങ്കര ഷോക്കാണെങ്കിൽ കൂടി അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അതിനുശേഷം അങ്കിളായിരിക്കും നമ്മളെ ജീനെ വളർത്തിയിട്ടുണ്ടാവുക. ഈ ഒരു കാര്യം ജീനോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അങ്കിളാണെങ്കിൽ അത് പറഞ്ഞിട്ടും ഉണ്ടാവില്ല. എന്നിട്ട് ഇവർ രണ്ടാളും നേരെ എബ്രോഡ് പോയി. പിന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞെട്ടി എണീക്കുന്ന നമ്മളെ ചെക്കനായിരിക്കും പിന്നെ നമ്മൾ കാണുന്നുണ്ടാവുക. അവൻ എണീച്ചപാട് പിള്ളേർക്ക് ഉണ്ടാക്കും ഒരുപാട് സന്തോഷമാവുകയെ. പക്ഷേ ക്യുന്നാണെങ്കിൽ ഫസ്റ്റ് എന്നാ പറയേണ്ടത് എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയാണ്ട് നിന്നിട്ടായിരിക്കും അവന് സോങ്ങിൻ്റെ കാര്യം ഓർമ്മ വരുന്നുണ്ടാവുക. സോങ്ങിനെ കൊണ്ട് ചോദിക്കുന്നേരം സോങ്ങിനാണെങ്കിൽ കണ്ണിന് എന്തോ ഒരു സർജറി വേണ്ടി വന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടില്ലേ അവളെ കണ്ണിൽ ഫയറിൻ്റെ എന്തോ ഒരു പാർട്ടിക്കിൾ പോയിനെന്ന്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അത് കേട്ടപാട് അവളടുത്തേക്ക് പോകുന്നുണ്ടാവേ. എന്നിട്ട് അവളെ ആണെങ്കിൽ മാക്സിമം സമാധാനിപ്പിച്ചിട്ട്
വെക്കും. എന്നിട്ട് അവളോട് സോറി എന്നൊക്കെ പറയുന്നുണ്ടാവും. എന്നേരം അവനാണെങ്കിൽ അവൻ്റെ കളിക്കൂട്ടുകാരിയായിട്ടുള്ള അവൻ്റെ സോങ്ങിൽ, അതായത് നമ്മളെ പെണ്ണ് ചെറുപ്പത്തിലുള്ളത്, ആ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും. പക്ഷെങ്കിൽ അവളോടൊന്നും പറയാണ്ട് നേരെ പോയിട്ട് നമ്മളെ പിള്ളേരോടായിരിക്കേ പറയുന്നുണ്ടാവുക. ഇത് കേൾക്കുമ്പോൾ പിള്ളേർ മൊത്തമായിട്ട് ഷോക്ക് ആകുന്നുണ്ടാവും. നമ്മളെ നമ്മളെ ജിയാങ്ങാണെങ്കിൽ ചോദിക്കും, അപ്പൊ ശരിക്കുള്ള ജി നീ തന്നെയാണോ? അപ്പൊ ഇനി നീ ജിയായിട്ട് അഭിനയിക്കണ്ടല്ലോ, വാവ് നമ്മൾ ഇനി മുതൽ ഫേക്ക് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അതിൻ്റെ ഒരു സന്തോഷത്തിലായിരിക്കും. മീൻസ് ഇവര് പറഞ്ഞുകൊണ്ട് നിന്നത് കള്ളത്രല്ലല്ലോ, ഒരു സത്യമാണല്ലോ, അതിൻ്റെ ഒരു സന്തോഷത്തിലായിരിക്കും അവൻ ഉണ്ടാവുക. പക്ഷെങ്കിൽ നമ്മളെ ക്യുന്നാണെങ്കിൽ അത്ര ഹാപ്പിയിലായിരിക്കും അല്ലേ. അവനാണെങ്കിൽ പറയും, നിനക്കൊരു കാര്യം അറിയാം, ഞാൻ ജിയാന്ന്, എൻ്റെ അമ്മയാണ് അന്ന് മരിച്ചത്. ആ ഒരു കാര്യം മനസ്സിലാക്കാണ്ടില്ലേ നമ്മൾ ഇത്ര നേരം ഇത്ര കാര്യങ്ങൾ ചെയ്തത്. അതുമാത്രമല്ല, ആ ഒരു 15 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ആ ഒരു ഫയർ, ആ ഒരു ആക്സിഡൻറ്റ്, 2 ദിവസം മുന്നുണ്ടായ ഇവിടുത്തെ ഫയർ, എല്ലാത്തിനും ഒരൊറ്റ ഒരാളാ കാരണം എന്ന് പറയേ. അതേ ടീമിൽ ലിന്നാണെങ്കിൽ പറയും, ആ ഒരൊറ്റ ഒരാൾ ചെയ്യേണ്ടിയിട്ട് ആരോ ഒരാൾ അയാൾക്ക് ഓർഡർ കൊടുക്കുന്നുണ്ട് എന്ന് പറയും. അതേ ടൈം നമ്മളെ ക്യുന്നാണെങ്കിൽ പറയും, അത് ഉറപ്പായിട്ട് എൻ്റെ അച്ഛനായിരിക്കും എന്ന് പറയേ. പക്ഷേങ്കിൽ പിള്ളേർ അത് അങ്ങനെ ആയിരിക്കൂല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ക്യുന്നിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളെ ക്യുന്നാണെങ്കിൽ അത് അച്ഛനായിരിക്കും എന്ന് 100% വിശ്വസിക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് പിള്ളേരാണെങ്കിൽ ചോദിക്കും, നീ ഈ ഒരു കാര്യം ഇങ്ങനെ സോങ്ങിനോട് പറയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നേരം നമ്മളെ ക്യുന്നിനെ അറിയില്ല. കാരണം 15 വർഷങ്ങൾക്ക് മുന്നേ നമ്മളെ അമ്മ ഈ ഒരു അവസ്ഥയിലാകാനുള്ള കാരണം നമ്മൾ ഈ ഒരു ക്യുന്നിൻ്റെ ഫാമിലിയും കൂടിയല്ലേ. എന്നും അത് നമ്മൾ സോങ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നും അവർക്കൊരു പ്രോബ്ലം ആകുമോ എന്നുള്ളൊരു പേടിയില്ലേ, ആ ഒരു പേടിയായിരിക്കും നമ്മളെ ക്യുന്നിനുണ്ടാവുക. അങ്ങനെ നമ്മൾ ശരിക്കുള്ള ജി ആണെങ്കിൽ ആ ഒരു ക്യുന്നില്ലേ അവൻ്റെ കല്ലറേൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അവർക്ക്. എന്നിട്ട് അവിടെ ഒരു ഫ്ലവറൊക്കെ വെച്ചിട്ട് അവനാണെങ്കിൽ മീൻസ് അവന് പറയേണ്ട കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം അച്ഛനും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. അതായത് അയാളെ ഭാര്യയുടെ കല്ലറിലേക്ക് പൂ വെക്കേണ്ടിയിട്ട്. അച്ഛനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇവനെ ക്യുന്നിനെ തന്നെ വിളിക്കാം, പ്ലീസ് ജീന്ന് വിളിച്ചാൽ എനിക്ക് എല്ലാം കൺഫ്യൂഷൻ ആയിപ്പോൾ. അപ്പം നമ്മളെ ക്യുന്നാണെങ്കിൽ അച്ഛനെ കാണുമ്പം തന്നെ ദേഷ്യം പിടിക്കുന്നുണ്ട് അവർക്ക്. ഇതേ ടൈം അച്ഛനാണെങ്കിൽ അവിടെ ഫ്ലവറൊക്കെ വെച്ചിട്ട് നമ്മളെ ക്യുന്നിനോട് പറയൂ, നിനക്കൊരു കാര്യം അറിയാം, അന്നത്തെ ആ ഒരു ആക്സിഡൻറ്റ് അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. അത് സംഭവിച്ചതും തന്നെ എൻ്റെ ജീവിതം മൊത്തമായിട്ട് നശിച്ചത് ഞാൻ വിചാരിച്ചതെന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ അത്ര നേരം പിടിച്ചു വെച്ച ദേഷ്യമൊക്കെ അവനിങ്ങനെ തട്ടിമറിക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ ഇപ്പോഴും അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു, നിങ്ങൾക്ക് ഒരു തുള്ളി നാണം ഉണ്ടായിട്ടില്ലേ, ആ ഒരു കുടുംബത്തിന് അങ്ങനെ പറ്റാനുള്ള കാരണം തന്നെ നിങ്ങളാണ്. അതുമാത്രമല്ല ആ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ലെന്ന് നിങ്ങളെ വിചാരം, ഞാൻ എല്ലാ കാര്യങ്ങളും കാണുകയും ചെയ്തതിന് എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടായിരുന്നു പറഞ്ഞിട്ടായിരിക്കും അവൻ അവിടുന്ന് പോകുന്നുണ്ടാവുക. ഇതേ ടൈം അച്ഛൻ്റെ മുഖത്ത് ഇതുപോലത്തെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. ഇതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ അച്ഛനായിരിക്കും കൊലയാളി, നിങ്ങൾ അഭിപ്രായം എന്ന് അത് മറക്കാണ്ടിരിക്കുക കമൻറ്റ് ചെയ്യണേ. ഇതേ ടൈം നമ്മളെ പെണ്ണിനെ നോക്കുന്നതാണെങ്കിൽ അവളെ കണ്ണിൻ്റെ കെട്ടൊക്കെ അയച്ചിട്ടുണ്ടാവുമായിരിക്കും, അവളിപ്പോൾ ഓക്കെ ആയിരിക്കും. അതേ ടൈം ആയിരിക്കും പുറത്ത് ആരോ ഒരാൾ വന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ടാവും. നമ്മളെ ക്യുന്നാന്നെന്ന് വിചാരിച്ചിട്ട് തുറക്കാൻ നിൽക്കുന്നേരം നമ്മളെ ചെന്നില്ലേ അവനാണെങ്കിൽ ഇവളുമായിട്ട് എന്തെല്ലോ പറഞ്ഞിട്ട് അടി ഉണ്ടാക്കുന്നുണ്ടാവും. ഇവളാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന്. അവനാണെങ്കിൽ പറയും, നിന്നെ കാണാനാ എൻ്റെ അമ്മയാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയേ. ഇവളാണെങ്കിൽ പറയും, നീ എന്നെ കാണാൻ വരേണ്ട ഒരാവശ്യമില്ല, പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പറഞ്ഞു വിടുന്നുണ്ടാവും. എന്തിനാമോ തച്ചു മരിക്കുന്നത്. പോയ ടൈമായിരിക്കും ഇവളൊരു കാര്യം ആലോചിക്കുന്നുണ്ടാവുക. ഇത്ര നേരം ഇവനാണെങ്കിൽ ഇവളെ കണ്ണിൽ നോക്കിയാലോ, എന്നിട്ടും അവൻ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലേ. ഇവളാണെങ്കിൽ അത് കൺഫേം ചെയ്തിട്ട് പിന്നെയും അവൻ്റെ പിന്നാലെ തന്നെ പോയിട്ട് ഒരു ലോജിക്കല്ലാത്ത ചോദ്യങ്ങളൊക്കെ അവനോട് ചോദിക്കുന്നുണ്ടാവേ. എന്നിട്ട് അവനോടാണെങ്കിൽ അവളെ കണ്ണിലേക്ക് നോക്കാൻ പറയൂ. അവനും കണ്ണിലേക്ക് നോക്കേ, ടിക് 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 ഇപ്പം മാറുമെന്ന് വിചാരിച്ച് നോക്കുന്ന ടൈം ഒന്നും അവന് സംഭവിക്കുന്നുണ്ടാവില്ല. അവനും ഇവക്കെന്തോ ഭ്രാന്താറ്റാന്ന് വിചാരിച്ചിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ടാവേ. എന്നാലായിരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക, അവക്കും മനസ്സിലാവുന്നുണ്ടാവുക അവളെ ഒരു പവറില്ലേ അത് അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എത്തിയിട്ടും അത് തന്നെ ആലോചിച്ചിട്ടായിരിക്കും അവൾ ഇരിക്കുന്നുണ്ടാവുക. ക്യുന്നാണെങ്കിൽ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന ടൈം അവൾ ഒന്നും മിണ്ടുന്നുണ്ടാവില്ലേ. അങ്ങനെ രണ്ട് ഭാഗത്തേക്ക് കിടന്നിട്ടും അവൾക്ക് ഒട്ടും സ്വസ്ഥതയുണ്ടാവില്ല. അവളാണെങ്കിൽ അവനിങ്ങനെ തോണ്ടി വിളിക്കുക. എന്നിട്ട് അവളാണെങ്കിൽ പറയും, എൻ്റെ കണ്ണൊക്കെ ശരിയായി, പക്ഷേ മറ്റേ പവറില്ലേ അത് പോയി എന്ന് പറയേ. എന്നിട്ട് അവൾ സങ്കടപ്പെട്ട് നിൽക്കുന്നേരം അവനാണെങ്കിൽ അവൾക്കൊരു ഉമ്മ കൊടുക്കും. ഈ ഒരു ഉമ്മക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കാരണം അവൾക്ക് ആ ഒരു പവർ നഷ്ടപ്പെട്ടത് കൊണ്ടല്ല സങ്കടം, അവളെ വിചാരം ആ ഒരു പവർ ഉള്ളത് കൊണ്ടാണ് ഇവൻ ഇവളോട് ഇഷ്ടം എന്നാണ്. ആ ഒരു ഇഷ്ടം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു പേടിയില്ലേ, ആ ഒരു പേടിയായിരിക്കും. ആ ഒരു പേടി വേണ്ട എന്നുള്ള രീതിയിലായിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ അവൾക്ക് ഇതുപോലത്തെ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ കാണുന്നത് അച്ഛനും അച്ഛൻ്റെ അസിസ്റ്റൻറ്റും വണ്ടിയിൽ പോകുന്നതായിരിക്കും.
അവരാണെങ്കിൽ എന്തോ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്ന ടൈമായിരിക്കും അച്ഛൻ സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ടാവുക. സംഭവം എന്നായിരിക്കും അവിടെ ഒരു മാനെ കണ്ട അതിൻ്റെ താഴെയാണെങ്കിൽ ഇവർ പറയുന്നത് കേൾക്കാനാ ക്യാമറ എന്നാന്നറിയില്ല എന്തോ ഒരു സംഭവം ഉണ്ടായിരിക്കും. അച്ഛനായൊരു സംഭവം അപ്പായിരിക്കും കാണുന്നുണ്ടാവുക. അതുകൊണ്ടായിരിക്കും മിണ്ടല്ലാന്നെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അതിൻ്റെ അർത്ഥം നമ്മളെ അച്ഛനെയും ആരോ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതേ ടൈം നമ്മളെ കില്ലറിയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അവർക്ക്. അങ്ങനെ അച്ഛനാണെങ്കിൽ ഒരു ടണൽ കഴിഞ്ഞിട്ട് വരുന്ന ടൈമായിരിക്കും ഏതോ ഒരു വണ്ടി വന്നിട്ട് നമ്മളെ അച്ഛനെ അടിക്കുന്നുണ്ടാവും. ഉറപ്പായിട്ടും അത് കില്ലറ വണ്ടിയായിരിക്കും. പക്ഷേ അത് ഏതാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നില്ല. അതുമാത്രമല്ല അവിടെ ഒരു ഫോൺ വീണിട്ട് ആ ഒരു ഫോണിലാണെങ്കിൽ നമ്മളെ ജീൻ്റെ പേരും ഉണ്ടാവുമായിരിക്കും. ഇതുപോലത്തെ ഒരു സംഭവമില്ലേ, ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. 3 എന്നല്ല എഴുതിയിട്ട് സംഭവം അറിയാണ്ട് പോയതാണോന്ന് അറിയില്ല. അതെന്നാണ് ഏതാണ് ഇനി എന്നാ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒന്നും അറിയില്ല. ഈ ഒരു എപ്പിസോഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായിട്ടൊരു ട്വിസ്റ്റ് ആയിരുന്നു. ഞാൻ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് എനിക്കും അറിയാം. അപ്പോൾ അധികമൊന്നും പറയാണ്ട് ബൈ.